വസ്ത്രങ്ങളുടെ വർണ്ണവസന്തവുമായി സീമ സിൽക്സ്. സീമാസിന്റെ അതിവിശാലമായ ഷോറൂമിൽ ഇപ്പോഴിതാ മെഗാ സൂപ്പർ സെയിൽ. വിഷു ഈസ്റ്റർ പ്രമാണിച്ച് പുതുപുത്തൻ കളക്ഷൻസുമായി സീമാസിന്റെ മെഗാ സൂപ്പർ സെയിൽ. ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് ആൻഡ് ന്യൂ ബോർൺ ബേബീസിന്റെ വെറൈറ്റി കളക്ഷൻസ്. 500 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും 10% ഡിസ്കൗണ്ടും ഒപ്പം കൈനിറയ സമ്മാനങ്ങളും. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതാടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്. ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ. ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം. പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ. പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം. രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 ml ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. 10% മുതൽ 50% വരെ വിലക്കുറവിൽ ഇംഗ്ലീഷ് മരുന്നുകൾ ലഭ്യമാക്കാൻ സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ചു നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. സർപ്രൈസ് ഉണ്ടേ. ഡയമണ്ട് ആണോ? നോക്ക്. സർപ്രൈസിങ് എളുപ്പമല്ല മാൻ. ഞങ്ങളെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കും. എത്ര പോരാ? 5 grams. എത്ര പ്രതീക്ഷിച്ചില്ല. സർപ്രൈസ് ആയില്ലേ? പവിത്ര ഗോൾഡ്, എന്നും സ്വന്തം. ഒരെണ്ണം കൂടി വാങ്ങായിരുന്നു. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്കാട്.
നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തുറസായ സ്ഥലത്തിരുന്ന് രാത്രിയിൽ ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതായി പരാതി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. UDF രാജാക്കാട് മണ്ഡലം രാപ്പകൽ സമരം 4-ന്. വിശദമായ വാർത്തകളിലേക്ക്. തുറസായ സ്ഥലത്തിരുന്ന് രാത്രിയിൽ ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതായി പരാതി. പള്ളിവാസൽ പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ വെച്ചാണ് സംഭവം നടന്നത്. ആക്രമത്തിൽ പരിക്കേറ്റ 2 പേർ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നേടി. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതൃത്വം രംഗത്തെത്തി. ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് കമ്മിറ്റി അംഗം ഹാരിസ്, ഡിവൈഎഫ്ഐ പ്രവർത്തകനായ രഞ്ജിത്ത് എന്നിവർക്കാണ് പരിക്ക് സംഭവിച്ചിട്ടുള്ളത്. വിനോദസഞ്ചാര കേന്ദ്രമായ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ രാത്രികാലത്ത് തുറസായ സ്ഥലത്ത് വാഹനത്തിന്റെ ബോണറ്റിൽ വെച്ച് ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് പ്രകോപിതരായ ലഹരി സംഘം ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് ചികിത്സയിൽ കഴിയുന്ന ഹാരിസ് പറഞ്ഞു. ഇന്നലെ രാത്രി കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ വെച്ച് ഒരുപറ്റം യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നത് ശ്രദ്ധയപ്പെടുകയും ഞങ്ങളവരെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പം അങ്ങനെ പ്രകോപിതരായിട്ട് അവർ ബിയർ ബോട്ടിലും കയ്യിലുണ്ടായിരുന്ന കമ്പിവടിയും ഒക്കെ വെച്ച് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഒരു കുഴിയിലേക്ക് നമ്മളെ തള്ളിയിടുകയും എൻ്റെ കാല് ഒടിഞ്ഞു പോവുകയും ചെയ്തു. ഹാരിസിന്റെ കാലിന് ഒടിവ് സംഭവിച്ചു. രഞ്ജിത്തിന്റെ തലയ്ക്കാണ് പരിക്കുള്ളത്. അക്രമശേഷം സംഘം പ്രദേശത്തു നിന്നും രക്ഷപ്പെട്ടതായി ഹാരിസും രഞ്ജിത്തും പറഞ്ഞു. സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവുമായി ഡിവൈഎഫ്ഐ ബ്ലോക്ക് നേതൃത്വം രംഗത്തെത്തി. കുറ്റക്കാരെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് സെക്രട്ടറി CS സുധീഷ് ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ വെച്ച് ഡിവൈഎഫ്ഐ സഖാക്കളെ ലഹരി മാഫിയ സംഘങ്ങൾ മർദ്ദിക്കുകയുണ്ടായി. ആ മർദ്ദിച്ച സമയത്ത് ഡിവൈഎഫ്ഐ സഖാക്കൾക്ക് പരിക്കേറ്റ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ലഹരി മാഫിയ സംഘങ്ങൾക്കെതിരെ കർശനമായ നടപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നും സ്വീകരിക്കണമെന്നാണ് ഡിവൈഎഫ്ഐ അടിമാലി ബ്ലോക്ക് കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് സൂചിപ്പിക്കാനുള്ളത്. ആക്രമണത്തിൽ പരിക്ക് സംഭവിച്ചവർ അടിമാലി പോലീസിൽ പരാതി നൽകി. സിറ്റി വിഷൻ അടിമാലി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ രാജാക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ട്രഷറിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. രാജകുമാരി ട്രഷറിക്ക് മുന്നിൽ സംഘടിപ്പിച്ച ധർണാ സമരം DCC വൈസ് പ്രസിഡന്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക. 2021 ശേഷം റിട്ടയർ ചെയ്ത ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യുക. മെഡിസെപ്പ് പദ്ധതിയിലുള്ള അപാകതകൾ പരിഹരിക്കുക. OPയും ഓപ്ഷനും ഉറപ്പുവരുത്തുക. ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ വിവിധങ്ങളായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സംസ്ഥാന വ്യാപകമായി ഇന്ന് ട്രഷറിക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത്. പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി രാജാക്കാട് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജകുമാരിയിലെ ട്രഷറി ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് EK രവിയുടെ അധ്യക്ഷതയിൽ ചേർന്ന പ്രതിഷേധ ധർണ DCC വൈസ് പ്രസിഡന്റ് KS അരുൺകുമാർ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരെ സംബന്ധിച്ച് അവർക്ക് കിട്ടുന്ന ഈ പണം കൊണ്ട് വേണം അവർക്ക് മുന്നോട്ട് പോകാൻ. അവരുടെ ജീവിതമെല്ലാം ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് മാറ്റിവെച്ച് തൊഴില് പരിപൂർണമായി പൂർത്തീകരിച്ച് അവർ പുറത്തിറങ്ങി അവരുടെ ജീവിതം ബാക്കിയുള്ള ജീവിതകാലം ഇത് കുട്ടികളെ സംബന്ധിച്ചൊന്നും നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ ചേർന്ന് നിൽക്കുന്ന എത്ര പേരുടെ ആളുകൾ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട് എന്ന് പോലും നമുക്ക് പറയാൻ സാധിക്കില്ല. കിങ്ങണി രാജേന്ദ്രൻ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ജോസഫ് PJ മുഖ്യപ്രഭാഷണം നടത്തി. UDF മണ്ഡലം ചെയർമാൻ MJ കുര്യൻ ദേവസ്യ, കുര്യാക്കോസ്, ജോർജ് പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. സിറ്റി വിഷൻ രാജകുമാരി. UDF രാജാക്കാട് മണ്ഡലം രാപ്പകൽ സമരം 4-ന്. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നടപടിയിൽ പ്രതിഷേധിച്ചും രാജാക്കാട് പഞ്ചായത്തിലെ ദുർഭരണത്തിനും വികസന മുരടിപ്പിനുമെതിരെ സമരം ശക്തമാക്കി UDF.
പ്രതിഷേധ സമരങ്ങളുടെ ഭാഗമായി 4-ാം തീയതി രാപ്പകൽ സമരം സംഘടിപ്പിക്കുമെന്ന് UDF രാജാക്കാട് മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഐക്യജനാധിപത്യ മുന്നണി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ ഭരണത്തിനെതിരെയും രാജാക്കാട് പഞ്ചായത്തിലെ ദുർഭരണത്തിനും വികസന മുരടിപ്പിനുമെതിരെ UDF രാജാക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രാപ്പകൽ സമരം 4-ന് വൈകിട്ട് 4 മുതൽ 5-ന് രാവിലെ 9 വരെ രാജാക്കാട് ടൗണിൽ നടക്കുമെന്ന് UDF രാജാക്കാട് മണ്ഡലം ഭാരവാഹികൾ അറിയിച്ചു. നമുക്കറിയാം, ത്രിതല പഞ്ചായത്തുകൾ ലോക്കൽ ഗവൺമെന്റ് എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഇടതുപക്ഷ ഭരണത്തിൽ ത്രിതല പഞ്ചായത്തുകളുടെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ടും ത്രിതല പഞ്ചായത്തുകളെ തകർക്കുന്ന നിലപാടുകളാണ് ഇടതുപക്ഷ ഗവൺമെന്റ് സ്വീകരിച്ചു വരുന്നത്. ഇതിനെതിരെ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ ഉടനീളം പഞ്ചായത്തുകൾക്ക് മുമ്പിൽ രാപ്പകൽ ധർണാ സമരം ഈ മാസം 4-ാം തീയതിയും 5-ാം തീയതിയുമായി നടക്കുകയാണ്. 4-ന് വൈകിട്ട് 4-ന് AICC മെമ്പർ അഡ്വക്കേറ്റ് EM അഗസ്തി രാപ്പകൽ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. UDFന്റെ സംസ്ഥാന ജില്ലാ നേതാക്കൾ പ്രസംഗിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. UDF മണ്ഡലം ചെയർമാൻ CB കൊച്ചുവള്ളാട്ട്, കൺവീനർ ജോഷി കന്യാകുഴി, ജമാൽ ഇടശ്ശേരിക്കുടി, ജോസ് ചിറ്റടി, KS ശിവൻ, ബെന്നി പാലക്കാട്ട്, ബിജു കോട്ടുപുഴ, PS സുനിൽകുമാർ, സാജു പഴപ്ലാക്കൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. സേനാപതി ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ 3 ദിവസമായി നടന്നു വന്നിരുന്ന മീനഭരണി മഹോത്സവം സമാപിച്ചു. ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത മീനഭരണി മഹോത്സവം ഇന്നലെ രാത്രി 8 മണിക്ക് അത്താഴ പൂജയോടെയാണ് സമാപിച്ചത്. മാർച്ച് 30-ാം തീയതി ഞായറാഴ്ച ആരംഭിച്ച മീനഭരണി മഹോത്സവത്തിന് ഇന്നലെ രാത്രിയോടെ സമാപനമായി. 3 ദിവസങ്ങളിലായി നടന്ന മീനഭരണി മഹോത്സവത്തിൽ ജാതിമത ഭേദമന്യേ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. സമാപന ദിവസമായ ഇന്നലെ രാവിലെ 5:30-ന് നട തുറന്നു. 6 മണിക്ക് ഉഷസ്സിന് പൂജ, 7-ന് മഹാഗണപതി ഹോമം, തുടർന്ന് കലശാഭിഷേകം, പറയെടുപ്പ്, തുടർന്ന് ഉച്ചപൂജയോടുകൂടി നടയടച്ചു. ഉച്ചയ്ക്ക് 1 മണിക്ക് മഹാപ്രസാദ ഊട്ടു, വൈകിട്ട് 5:30-ന് നട തുറപ്പ്, 6 മണിക്ക് താലപ്പൊലി ഘോഷയാത്രയും നടന്നു. സേനാപതി ഇല്ലിപ്പാലം ഭണ്ഡാരത്തിങ്കിൽ നിന്നും വാദ്യമേളങ്ങളുടെയും മുത്തുക്കുടകളുടെയും ആട്ടക്കാവടിയുടെയും അകമ്പടിയോടെയാണ് രഥഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 100 കണക്കിന് ഭക്തർ താലപ്പൊലി ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഘോഷയാത്ര ക്ഷേത്രസന്നിധിയിൽ പ്രവേശിച്ചതിനു ശേഷം ദീപാരാധനയും പറയെടുപ്പും നടന്നു. 8 മണിയോടെ അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രി 9:30-ന് DJ വിത്ത് ചെണ്ട ഫ്യൂഷനും വാട്ടർ ഡ്രമ്മും സംഘടിപ്പിച്ചു. പരമ്പരാഗത കലകൾക്ക് പുറമെ പുത്തൻ കലകളെ ഏർപ്പെടുത്തിയ സമാപന ആഘോഷങ്ങളിൽ നിരവധി പേരാണ് DJ വിത്ത് ചെണ്ട ഫ്യൂഷൻ കാണുന്നതിനായി എത്തിയത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ആടിത്തിമിർത്താണ് മീനഭരണി മഹോത്സവത്തിന്റെ സമാപനം കുറിച്ച് നടന്ന DJ വിത്ത് ചെണ്ട ഫ്യൂഷനിൽ പങ്കെടുത്തത്. സിറ്റി വിഷൻ, രാജകുമാരി. അടിമാലി ഗ്രാമപഞ്ചായത്ത് വിശപ്പുരഹിത പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്ത് അടിമാലി താലൂക്ക് ആശുപത്രി പരിസരത്ത് സൗജന്യ ഫുഡ് കൗണ്ടർ സ്ഥാപിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. പഞ്ചായത്ത് പരിധിയിൽ ആരും വിശന്നിരിക്കരുതെന്ന ലക്ഷ്യത്തോടെയാണ് അടിമാലി ഗ്രാമപഞ്ചായത്ത് വിശപ്പുരഹിത പദ്ധതിക്ക് തുടക്കം കുറിച്ചിട്ടുള്ളത്. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി തുടങ്ങിയിട്ടുള്ളത്. പദ്ധതിയുടെ ഭാഗമായി അടിമാലി താലൂക്ക് ആശുപത്രി പരിസരത്ത് സൗജന്യ ഫുഡ് കൗണ്ടർ സ്ഥാപിച്ചു. പദ്ധതിയുടെ ഉദ്ഘാടനം അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. അടിമാലി താലൂക്ക് സംബന്ധിച്ചോളം ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു സംവിധാനമാണ്. മറ്റെല്ലാ ഹോസ്പിറ്റൽ നടക്കുന്നത് പോലെ തന്നെയാണ്. എന്നിരുന്നാലും നമുക്കറിയാം, അടിമാലി താലൂക്ക് ആശുപത്രിയിലെ ഒരുപാട് നിർദ്ധരായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവർക്ക് ഇവിടെ കുടിവെള്ളം ഉണ്ടെങ്കിൽ പോലും തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് കൊടുക്കാനുള്ള സംവിധാനത്തോടുകൂടി ഗ്രാമപഞ്ചായത്ത് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നതിൽ ഞങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന് ഞങ്ങളവരെ സ്വാഗതം ചെയ്യുന്നു. ചെയർമാൻ എന്ന നിലയിലും ഈ ഹോസ്പിറ്റൽ വികസന പ്രവർത്തനം എല്ലാ കാര്യങ്ങളും നമ്മൾ മുന്നോട്ട് നിൽക്കുമ്പോഴും വരുന്ന ആളുകൾക്കും കുട്ടികൾക്കും സാധാരണക്കാർ വരുമ്പോൾ അവർക്ക് പക്ഷേ കൊടുക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഇവിടെ ഈ സാധനം വളരെ പെട്ടെന്ന് തന്നെ എടുത്ത് കൊടുക്കാൻ പറ്റുന്ന സംവിധാനത്തിലേക്ക് ഈ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുമ്പോൾ
ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പദ്ധതിക്ക് പൊതുജനങ്ങളുടെ സഹകരണമുണ്ടാകണമെന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ അഭ്യർത്ഥിച്ചു. പെട്ടെന്ന് കേടാകാത്തതും അഴുകാത്തതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പൊതുജനങ്ങൾക്ക് സൗജന്യ ഫുഡ് കൗണ്ടറിൽ എത്തിച്ച് അർഹരായവർക്ക് ലഭ്യമാക്കാവുന്നതാണ്. പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, താലൂക്ക് ആശുപത്രി അധികൃതർ, പൊതുപ്രവർത്തകർ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ഇനിയൊരു ഇടവേള. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. വീട് ഓരോരുത്തരുടെയും ചോയ്സ് ആണ്. സ്ക്വയർ ഫീറ്റ് എത്ര വേണം, എത്ര ഫ്ലോർ ഉണ്ടാകണം, എത്ര റൂം ഉണ്ടാകണം, ഇവയിലെല്ലാം ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണ്. ഇനി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആയാലും ഓരോരുത്തരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. വ്യത്യസ്തത അറിയുന്ന ഒരു ടീം ഒപ്പം കൂടിയ ഇവയെല്ലാം യാഥാർത്ഥ്യമാകും. അതിനായി തിരഞ്ഞെടുക്കൂ ചോയ്സ് ബിൽഡേഴ്സ്. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലവേഷൻ, 3D ഡിസൈനിങ്, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിൽ ഉത്തരവാദിത്വത്തോടെ ചെയ്തു നൽകുന്നു. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. മക്കളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾക്കിനി ആശങ്ക വേണ്ട. മികച്ച പഠനത്തിന് മോൺഫോർട്ട് വാലി സ്കൂൾ മുരിക്കുംതൊട്ടി. സ്കൂൾ പ്രിൻസിപ്പൽ റവറന്റ് ബ്രദർ അമൽ അഹമ്മദിന്റെ നേതൃത്വത്തിലുള്ള മികച്ച അധ്യാപകരുടെയും ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയുമുള്ള വിദ്യാഭ്യാസ രീതി. CBSE വിദ്യാഭ്യാസം. എല്ലാ ക്ലാസുകളിലും ഡിജിറ്റൽ സ്മാർട്ട് ബോർഡ് സൗകര്യം, സുരക്ഷിതമായ വാഹന സൗകര്യം, വിവിധ പഠന മേഖലയിലുള്ള ലാബുകൾ, AI സൗകര്യത്തോടെയുള്ള വിശാലമായ കമ്പ്യൂട്ടർ ലാബുകൾ, ലൈബ്രറി, CCTV മോണിറ്ററിംഗ് ക്യാമ്പസ്, കലാകായിക രംഗങ്ങളിലും മറ്റ് പാഠ്യേതര വിഷയങ്ങളിലുമുള്ള പരിശീലനം, അബാക്കസ് പരിശീലനം, കിൻഡർ ഗാർഡൻ കുട്ടികൾക്കുള്ള പ്രത്യേക ആക്ടിവിറ്റി പ്രവർത്തനങ്ങളും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും, കൂടാതെ ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വൽ കെയറിംഗ്. അങ്ങനെ നമ്മുടെ കുട്ടികളുടെ ബൗദ്ധികവും മാനസികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായതെല്ലാം ഇവിടെയുണ്ട്. ഭാവിയിലേക്ക് മികച്ച പൗരന്മാരെ വാർത്തെടുക്കുകയാണ് ഈ സ്കൂൾ. നിങ്ങളുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുന്നത് വഴി അവരുടെ ശോഭനമായ ഭാവിയാണ് നിങ്ങൾ ഉറപ്പാക്കുന്നത്. അഡ്മിഷൻ സ്റ്റാർട്ടഡ്. മോൺഫോർട്ട് വാലി സ്കൂൾ, മുരിക്കുംതൊട്ടി. രജിസ്ട്രേഷൻ ഫോർ ദ അക്കാഡമിക് ഇയർ 2025-26. Classes pre-KG to 9th and +1. For more enquiries, contact the landline 04868 247 421. Mobile 9446966421. വീണ്ടും വാർത്തയിലേക്ക്. ഉപ്പുതറ കാക്കത്തോട് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണി ഉദ്ഘാടനം നിർവഹിച്ചു. വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന ഉപ്പുതറ കാക്കത്തോട് റോഡിന്റെ ദുരവസ്ഥ പ്രദേശവാസികൾ ജില്ലാ പഞ്ചായത്ത് അംഗം ആശ ആന്റണിയെ അറിയിക്കുകയും അധികൃതരുടെ അനാസ്ഥ മൂലം തകർന്നു കിടന്ന റോഡിന്റെ നിർമ്മാണത്തിനായി ആദ്യഘട്ടം 10 ലക്ഷം രൂപ അനുവദിക്കുകയും സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കുകയും ചെയ്തു.
ആരംഭിച്ച് നമ്മൾ മാർച്ച് 27-ന് ഇതിൻ്റെ ബില്ല് സമർപ്പിച്ച് 25-ന് മുമ്പ് കരാറുകാരന് പണം കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രത്യേകത എന്നുള്ളത്. സാബുമ്പർ സൂചിപ്പിച്ചതുപോലെ നിർമ്മാണ രംഗത്ത് സാധന സാമഗ്രികൾ കിട്ടുക എന്നുള്ളത് ഏറ്റവും പ്രതിസന്ധിയായിരുന്ന ഒരു സമയത്തും ഇത് ഏറ്റെടുത്ത ഷാജിച്ചേട്ടൻ സമയത്ത് സാധനങ്ങൾ കൊണ്ടിറക്കി നമുക്കിത് പണികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ശേഷിക്കുന്ന പണികൾക്കായി 10 ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തു. ഉദ്ഘാടന യോഗത്തിൽ പഞ്ചായത്ത് അംഗം സാബു വേങ്ങവേലിൽ അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം MD മനോജ്, ലാൽ എബ്രഹാം, ജോയി കാക്കക്കൊട്ടുങ്കൽ എന്നിവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, ഉപ്പുതറ. ബൈസൺവാലിക്ക് സമീപം വാഹനാപകടം. പാലത്തിന്റെ കൈവരികൾ തകർന്ന് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു. കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ ഉച്ചയോടെ വൈസൺമാലി പാലത്തിന് സമീപം വെച്ചായിരുന്നു അപകടം സംഭവിച്ചത്. കോഴിക്കോട് സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാർ പാലത്തിന്റെ കൈവരികൾ തകർത്ത് കാർ താഴ്ചയിലേക്ക് മറിഞ്ഞു. വാഹനത്തിൽ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അപകടത്തിൽ 2 പേർക്ക് പരിക്ക് സംഭവിച്ചു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഘം ഗ്യാപ് റോഡിൽ നിന്നും വൈസൺമാലി വഴി രാജാക്കാട് ഭാഗത്തേക്ക് പോകുമ്പോഴായിരുന്നു വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട അപകടത്തിൽപ്പെട്ടതെന്നാണ് വിവരം. അപകടത്തിൽ വാഹനത്തിനും കേടുപാടുകൾ സംഭവിച്ചു. സിറ്റി വിഷൻ, അടിമാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമായ ഇടുക്കി ജില്ലയിലെ പാമ്പാടുംചോല ചുട്ടുപൊള്ളുന്ന വെയിലിലും കുളിരുള്ള കാഴ്ചകളും കാലാവസ്ഥയുമാണ് സന്ദർശകർക്ക് സമ്മാനിക്കുന്നത്. ഇവിടുത്തെ ചോലവനങ്ങളുടെ വശ്യത ആരെയും ആകർഷിക്കുന്നതാണ്. വൈവിധ്യമാർന്ന മരങ്ങളും കാട്ടുചെടികളും ജീവജാലങ്ങളും ചോലകളുടെ കാഴ്ച വസന്തവുമെല്ലാം ഒത്തൊരുമിക്കുന്നതോടെ പാമ്പാടുംചോല സഞ്ചാരികൾക്ക് നൽകുന്നത് നനുത്ത അനുഭവമാണ്. കാണാം ദേശീയോദ്യാനത്തിലെ വിശേഷങ്ങൾ. മൂന്നാറിൽ നിന്ന് 35 കിലോമീറ്റർ ദൂരത്താണ് പാമ്പാടുംചോല ദേശീയോദ്യാനം. മൂന്നാറിൽ നിന്ന് വട്ടവടയിലേക്കുള്ള യാത്രാമധ്യേ പാമ്പാടുംചോലയിലെ കാഴ്ചകൾ കാണാം. 11.75 ചതുരശ്രയടി മാത്രം വിസ്തീർണമുള്ള സംസ്ഥാനത്തെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം കൂടിയാണിത്. വംശനാശം സംഭവിക്കുന്ന സസ്യങ്ങളെയും ജീവികളെയും പ്രത്യേകം സംരക്ഷിക്കുന്ന ഇടം. കൊടും വേനലിലും പാമ്പാടുംചോലയിലെ പുലർക്കാലങ്ങളിൽ മഞ്ഞു പറക്കും. അതിസുന്ദര കാഴ്ചകൾക്കൊപ്പം കിളികൾ തലങ്ങും വിലങ്ങും ചിലച്ചു പായും. എല്ലാം മറന്ന് ദൂരെ കണ്ണു നട്ടിരുന്നാൽ മറക്കാനാകാത്ത അനുഭൂതി ആ കാഴ്ചകൾ സമ്മാനിക്കും. പല നിറങ്ങളുള്ള ചോലയിലെ ഇലകളിലേക്കും മരങ്ങളിലേക്കും അരിച്ചിറങ്ങുന്ന സൂര്യപ്രകാശത്തിന്റെ കാഴ്ച വർണ്ണനാതീതമാണ്. പ്രകൃതിയോട് ഇണങ്ങി പഠിക്കാനും കാഴ്ചക്കാരാനാകാനുമുള്ള അവസരം ഇവിടെ സഞ്ചാരികൾക്കായി വനംവകുപ്പ് ഒരുക്കുന്നുണ്ട്. അനന്തപത്മനാഭനാണ് ഞാൻ. ഈ ഷോല നാഷണൽ പാർക്ക് റേഞ്ചിൻ്റെ അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡനാണ്. ഷോല നാഷണൽ പാർക്കിൻ്റെ കീഴിൽ വരുന്നതാണ് നമ്മുടെ ഈ പാമ്പാടുംചോല നാഷണൽ പാർക്ക്. ഇതിൻ്റെ ഏരിയ 11.78 സ്ക്വയർ കിലോമീറ്ററാണ്. ഇവിടെ മെയിനായിട്ട് നമ്മൾ നാച്ചുറൽ ക്യാമ്പാണ് സ്കൂൾ, കോളേജ്, മറ്റ് NGO ഇവർക്ക് കൊടുക്കുന്നത്. ഇല്ല, സ്കൂൾ, കോളേജ് ഇവർക്ക് ഫ്രീ ആയിട്ടാണ് നമ്മൾ നേച്ചർ ക്യാമ്പ് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ ഇവിടെ കുറേ നേച്ചർ എൻജോയ് ചെയ്യാനും ഇതിനായിട്ട് അമ്യൂണിറ്റി സെൻറ്ററും പിന്നെ ലോഗോസുകളുണ്ട്. ഇത് പുറത്തുള്ള വിനോദസഞ്ചാരികൾക്ക് നമ്മൾ ഓൺലൈൻ ബുക്കിംഗ് മാത്രം കൊടുക്കുന്നുണ്ട്. ഞാവൽ, എടന്ന, കരിമരം, വെട്ടി, മെഴുകുനാറി, മലവിറങ്ങി, കാട്ടുവിഴാൽ തുടങ്ങി കേട്ടതും കേൾക്കാത്തതുമായ കാട്ടുമരങ്ങളും സസ്യങ്ങളും അടിക്കാടുകളുമൊക്കെ കൊണ്ട് സമ്പന്നമാണ് പാമ്പാടുംചോല ദേശീയോദ്യാനം. ഈ കാഴ്ചകൾ ചോലയ്ക്കുള്ളിൽ താമസിച്ച് കാണാനും വനംവകുപ്പ് ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. മഡ് ഹൗസ്, ഡോർമെറ്ററി ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങളും ട്രെക്കിങ്ങും സഞ്ചാരികളെ കാത്തിരിക്കുന്നു. സിറ്റി വിഷൻ, മൂന്നാർ. പണിതിട്ടും പണി തീരാത്തൊരു റോഡാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പൻകുത്ത് 6-ാം മൈൽ 50-ാം മൈൽ റോഡ്. പഞ്ചായത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നാണിത്. 2018 പ്രളയകാലത്തായിരുന്നു ഈ റോഡ് തകർന്നത്. 3 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണ ജോലികൾ ആരംഭിച്ചെങ്കിലും നാളിതുവരെ റോഡിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല. മാങ്കുളം പഞ്ചായത്തിലെ 2, 3, 4 വാർഡുകളിലായുള്ള 1500ഓളം കുടുംബങ്ങൾ ആശ്രയിക്കുന്ന 4.2 കിലോമീറ്റർ ദൂരം വരുന്ന പെരുമ്പൻകുത്ത് 6-ാം മൈൽ 50-ാം മൈൽ റോഡ് 2018 പ്രളയകാലത്തായിരുന്നു തകർന്നത്.
2019 കാലവർഷം കൂടിയായതോടെ റോഡിന്റെ തകർച്ച പൂർണ്ണമായി. പിന്നീട് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി റോഡ് നിർമ്മാണത്തിനായി തുക അനുവദിച്ച് 2022 മാർച്ച് 26 നിർമ്മാണ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. 270 ദിവസങ്ങൾക്കുള്ളിൽ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നായിരുന്നു കരാർ. നിർമ്മാണം ആരംഭിച്ച് 3 വർഷത്തോടടുക്കുമ്പോഴും ടാറിംഗ് ജോലികൾ പൂർത്തീകരിക്കാൻ കരാറുകാരന് കഴിഞ്ഞിട്ടില്ല. 2018 പോയ റോഡാണ് 6 മൈൽ 50 മൈൽ റോഡ്. ഇപ്പോൾ ഒരു 3 കൊല്ലത്തോളം അതിൻ്റെ പണി തുടങ്ങിയിട്ട് ഇതുവരെ അതിൻ്റെ പണികളൊന്നും തീർന്നിട്ടില്ല. വണ്ടിക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് വണ്ടി ഓടിക്കാനും. അതുപോലെ തന്നെ വണ്ടികളെല്ലാം ഒത്തിരി പണികൾ വരുന്നുണ്ട്. വർക്ക്ഷോപ്പിൽ പോയാണെങ്കിൽ ഒത്തിരി പൈസ മുടക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ യാത്രായോഗ്യമല്ലാത്ത രീതിയിലാണ് റോഡ് കിടക്കുന്നത്. ബൈക്കുകാരെല്ലാം ഡെയിലി വീഴുന്നു. അതുപോലെ തന്നെ സ്കൂൾ കുട്ടികളും യാത്രക്കാർക്കും അതായത് ആശുപത്രിയിൽ പോകാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഒത്തിരി ഉണ്ടാകുന്നുണ്ട്. റോഡിന്റെ മൺജോലികൾ നടത്തുകയും മെറ്റൽ വിരിക്കുകയും ചില കലുങ്കുകളുടെ നിർമ്മാണം നടത്തുകയും ചെയ്തിരുന്നു. ടാറിംഗ് ജോലികളും ഓടകളുടെയും മറ്റും നിർമ്മാണ ജോലികളും ചിലയിടങ്ങളിൽ ടൈൽ വിരിക്കേണ്ട ജോലികളുമാണ് അവശേഷിക്കുന്നത്. റോഡിൽ ഉറപ്പിച്ച മെറ്റലുകൾ ഇളകിയതോടെ പ്രദേശത്തേക്കുള്ള യാത്ര ദുഷ്കരമായി. ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞ് പരിക്ക് സംഭവിക്കുന്നവരുടെ എണ്ണം ഏറുകയാണ്. പഞ്ചായത്തിലെ ഏക സർക്കാർ വിദ്യാലയമായ ചിക്കണംകുടി സ്കൂളിലേക്കുള്ള ഏക റോഡ് കൂടിയാണ് നിർമ്മാണം പൂർത്തീകരിക്കാതെ കിടക്കുന്നത്. 6 ആദിവാസി ഇടങ്ങളിലെ കുടുംബങ്ങളും ഈ റോഡിനെ ആശ്രയിക്കുന്നുണ്ട്. കാൽനട യാത്ര പോലും ദുസ്സഹമായ റോഡിലൂടെയാണ് ആളുകൾ ചികിത്സാ സംബന്ധമായ ആവശ്യങ്ങൾക്കുൾപ്പെടെ പുറം ലോകത്തേക്ക് യാത്ര ചെയ്യുന്നത്. ഇളകിക്കിടക്കുന്ന റോഡിലൂടെ സഞ്ചരിക്കുന്ന വാഹനങ്ങൾക്കും തകരാർ സംഭവിക്കുന്നത് പതിവാണ്. നാളിത്ര പിന്നിട്ടിട്ടും നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കാത്തതിൽ പ്രദേശവാസികൾക്കിടയിൽ വ്യാപക പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. ഏതൊരാവശ്യത്തിനും പ്രദേശവാസികൾക്ക് പുറം ലോകത്തേക്ക് യാത്ര ചെയ്യേണ്ടുന്ന റോഡാണ് 7 വർഷത്തിലധികമായി ഇങ്ങനെ തകർന്നു കിടക്കുന്നത്. സിറ്റി വിഷൻ, അടിമാലി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തുറസായ സ്ഥലത്തിരുന്ന് രാത്രിയിൽ ലഹരി ഉപയോഗിച്ചത് ചോദ്യം ചെയ്തതിനെ തുടർന്ന് ഡിവൈഎഫ്ഐ പ്രവർത്തകർക്ക് മർദ്ദനമേറ്റതായി പരാതി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ രാജക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ട്രഷറിക്ക് മുമ്പിൽ പ്രതിഷേധ ധർണ നടത്തി. UDF രാജക്കാട് മണ്ഡലം രാപ്പകൽ സമരം 4-ന്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. കട്ടപ്പനയിൽ വസ്ത്രങ്ങളുടെ വർണ്ണവസന്തവുമായി സീമ സിൽക്സ്. സീമാസിന്റെ അതിവിശാലമായ ഷോറൂമിൽ ഇപ്പോഴിതാ മെഗാ സൂപ്പർ സെയിൽ. വിഷു ഈസ്റ്റർ പ്രമാണിച്ച് പുതുപുത്തൻ കളക്ഷൻസുമായി സീമാസിന്റെ മെഗാ സൂപ്പർ സെയിൽ. ജെന്റ്സ്, ലേഡീസ്, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ ബേബീസിന്റെ വെറൈറ്റി കളക്ഷൻസ്. 500 രൂപ മുതൽ 50,000 രൂപ വരെയുള്ള എല്ലാ പർച്ചേസുകൾക്കും 10% ഡിസ്കൗണ്ടും ഒപ്പം കൈനിറയ സമ്മാനങ്ങളും. സീമ സിൽക്സ്, പുളിയൻമല റോഡ്, കട്ടപ്പന. ഫോൺ 8921228651. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചെ? ഇത് പപ്പയുടെ തലവരെ മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മേനി വിളവ് തരും. ഇത് എന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നിങ്ങളുടെ കനക സ്വപ്നങ്ങൾക്ക് നിറച്ചാർത്ത് പകരാൻ ലോകോത്തര നിലവാരമുള്ള നൂതന ഡിസൈനുകളിലും ക്വാളിറ്റിയിലുമുള്ള ഗോൾഡ് ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുമായി ബെന്നീസ് ജ്വല്ലറി. വിവാഹ പാർട്ടികൾക്ക് മാത്രമായി ആഭരണങ്ങളുടെ പ്രത്യേക കളക്ഷനുകൾ. ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നെക്ലേസുകളുടെ കവനീയ ശേഖരം. പാരമ്പര്യ തനിമയോതുന്ന ആന്റിക് ആഭരണങ്ങൾ. പുത്തൻ ട്രെൻഡുമായി ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് കളക്ഷനുകൾ. കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്നതെല്ലാം ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു. എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാക്കാം രാജാക്കാട്ടിലെ ഏറ്റവും വലിയ ഷോറൂമായ ബെന്നീസ് ജ്വല്ലറിക്കൊപ്പം. ബെന്നീസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ജ്വല്ലറി, രാജാക്കാട്. 20 വർഷമായി കർഷകർ സാക്ഷ്യപ്പെടുത്തിയ എണ്ണ നീക്കം ചെയ്യാത്ത വേപ്പിൻ പിണ്ണാക്ക് ശ്രീലക്ഷ്മി വേപ്പിൻ പിണ്ണാക്ക്.
ഇന്ത്യയിൽ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മുന്തിയ ഇനം വേപ്പിൻ കുരു കല്ലും മണ്ണും നീക്കം ചെയ്ത് മെഷീനറികളുടെ സഹായത്തോടെ ആവശ്യക്കാരുടെ മുൻപിൽ വെച്ച് തയ്യാർ ചെയ്തു നൽകുന്നു. സൂപ്പർ മിക്സ് 7 തരം പിണ്ണാക്കുകളും മഞ്ഞളും ചേർന്ന മിശ്രിതം. ഇത് ജൈവാണുവളങ്ങളാൽ സമ്പുഷ്ടമാണ്. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വീടുപണി പൂർത്തിയാക്കാൻ ഇനി പണം ഒരു തടസ്സമാവില്ല. ഹൈറേഞ്ചിൽ ആദ്യമായി മാസത്തവണകളായി പണമടച്ച് എല്ലാ നിർമ്മാണ സാമഗ്രികളും ഇനി മുതൽ NK ട്രേഡിംഗ് കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. TMT കമ്പികൾ, സിമന്റ്, റൂഫിംഗ് മെറ്റീരിയൽസ്, ഇലക്ട്രിക്കൽ, സാനിറ്ററി, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റുകൾ, പ്ലൈവുഡ്, ആസ്പെറ്റോസ് ഷീറ്റുകൾ, വാട്ടർ ടാങ്കുകൾ തുടങ്ങി മറ്റെല്ലാവിധ മെറ്റീരിയൽസും ഉൾപ്പെടുത്തി 10,000 സ്ക്വയർ ഫീറ്റിൽ ഒരു ഹാർഡ്വെയർ സൂപ്പർ മാർക്കറ്റ്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കൂല. അതുള്ളതാ. ഒന്നൊക്കുമ്പോ ഒന്നൊക്കത്തില്ല. ഒന്നൊക്കുമ്പോ ഒന്നൊക്കെയല്ല. എടാ കുഞ്ഞാപ്പോയി, ഇവനാണില്ലവൻ. ഇവനൊക്കുമ്പോ എല്ലാം അങ്ങൊക്കും. 62.5% നാച്ചുറൽ പ്രോട്ടീനും അനിമൽ പ്രോട്ടീനും തേനുമടങ്ങിയ കരാബിയോൺ ചെറുതും വലുതുമായ അമിനോ ആസിഡ് പെപ്റ്റൈഡ് ചെയിനുകളുടെ സമ്മിശ്ര ശേഖരമാണ്. ചെടികളെയും വിളകളെയും രോഗകീടങ്ങളിൽ നിന്നും സമ്മർദ്ദത്തിൽ നിന്നും സംരക്ഷിച്ച് പ്രകൃതിദത്ത മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുന്നു. ആരോഗ്യകരമായ വളർച്ചയെ സഹായിക്കുന്ന കരാബിയോൺ ഉള്ളപ്പോൾ പിന്നെന്തിനാണ് അമിത മരുന്നും വളപ്രയോഗവും? കർഷകരുടെ വിശ്വാസമാർജിച്ച ഒരു വൈറ്റ് ഫീൽഡ് ഇന്റർനാഷണൽ ഉൽപ്പന്നം.